കിച്ചൺ. അപ്പോൾ നമ്മളിന്ന് സീ ഫുഡ് പ്ലാറ്റർ സെറ്റ് ചെയ്യാൻ വേണ്ടി പോവാണ്. അപ്പം അതിനുള്ള ഐറ്റംസ് എല്ലാം നമ്മൾ വാങ്ങിച്ചിട്ടുണ്ട്. ആദ്യമായിട്ടാണ് സീ ഫുഡ് പ്ലാറ്റർ വീട്ടിൽ വെക്കണം. അതെ, ട്രൈ ചെയ്തിട്ടില്ല. ഒരു പിടിയില്ല. അതെ, അതിനുള്ള സാധനങ്ങളൊക്കെ നമ്മൾ വാങ്ങിച്ച് റെസിപ്പിയൊക്കെ നോക്കി ഇങ്ങനെ നിൽക്കാണ്, എന്താവും അറിയില്ല. ഇത് ഞാൻ ഓൾറെഡി റെഡിയാക്കി വെച്ചായിരുന്നു, കാരണം ഇത് ക്ലീൻ ചെയ്യാനൊക്കെ ഉണ്ടായിരുന്നു. നമ്മുടെ കക്ക, സ്ക്വിഡ്, പിന്നെ ഇത് ക്രാബിന്റെ സ്റ്റിക്കാണ്. പിന്നെ ഇതിലേക്ക് ആവശ്യമായിട്ടുള്ളത് കോണും കുറച്ചധികം ഗാർലിക്കാണ് വേണ്ടത്. പിന്നെ നമ്മുടെ ബട്ടർ, പിന്നെ 2 ഐറ്റം കൂടി ഉണ്ട്. അത് വാങ്ങാനാണ് നമ്മൾ മെയിനായിട്ട് പോയതല്ലോ. നമ്മുടെ ക്രാബ് ആൻഡ് ദെൻ പ്രോൺസ്. നല്ല ഫ്രഷ് ആണ് ഇത് രണ്ടും ഫ്രഷാ. ബാക്കി ഇതൊക്കെ ഫ്രോസൺ ടൈപ്പാ. അപ്പം ഇനി ഇതൊന്ന് ക്ലീൻ ചെയ്ത് സെറ്റാക്കി എടുക്കണം. ഷെൽഫിഷ് അലർജി ഉള്ളവരൊന്നും ഇതൊന്നും തന്നെ ട്രൈ ചെയ്യരുത് കേട്ടോ, കാരണം ഇതെല്ലാം കൂടി നമ്മൾ മിക്സ് ചെയ്തിട്ടുണ്ടാക്കണത്. ദാറ്റ് ഇസ് ചെമ്മീൻ വേസ്റ്റ്. അങ്ങനെ ക്ലീൻ ചെയ്തിട്ടുണ്ട്. ഫൈനലി നമുക്ക് ഞണ്ടിനെ പൊളിച്ചു കിട്ടി ഗൈസ്. ക്യാമറമാൻ റെഡി അല്ലേ? ക്യാമറമാൻ റെഡിയാണ്. സോ നമ്മുടെ കട്ടിങ്ങും ഷേവിങ്ങും എല്ലാം കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇനി കുക്കിംഗ് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി പോവാണ്. വെൽക്കം ടു ജാനിൻസ് കിച്ചൺ. അതെ, വെൽക്കം ടു ജാനിൻസ് കിച്ചൺ. പ്രൊസീജിയർ ഫസ്റ്റ് വേവണ ഐറ്റംസ് ഇത് രണ്ടല്ലേ? ഏതൊക്കെ? കക്കയും കക്കർച്ചിയും സ്ക്വിഡും. അപ്പോൾ അത് നമുക്ക് ആദ്യം വേവിച്ചെടുക്കാം. എല്ലാം സെപ്പറേറ്റ് വേവിക്കണം, കാരണം എല്ലാത്തിനും സെപ്പറേറ്റ് വേവായ കാരണം. ക്യാമറമാൻ പ്ലീസ്. ഈ സ്റ്റിക്സ് ഇതും കുറച്ച് കട്ടിയുള്ള കാരണം ഇതും സ്ക്വിഡും ഞാൻ ഒരുമിച്ചിടാണ്. സെപ്പറേറ്റ് വേവിക്കണം? സെപ്പറേറ്റ് അല്ല, ഒരുമിച്ച് വേവിക്കണം. ഉപ്പും സാധനം ഉണ്ടോ? ഒരു സാധനം ഉണ്ടോ? ഉപ്പിട്ടേക്കാം നമുക്ക്. നമ്മൾ ഓൾറെഡി പ്രേക്ഷകരുടെ അഭിപ്രായം അനുസരിച്ചാണ് കുക്ക് ചെയ്യുന്നത്. പ്രേക്ഷകരോ? ആരാണ് പ്രേക്ഷകൻ? ഇവിടത്തെ കിച്ചണിലെ പ്രേക്ഷകൻ. ഉപ്പിട്ടേക്കാം. എങ്ങാനും ഉപ്പ് എന്തായാലും നമുക്ക് ഗ്രേവിയിൽ നമ്മൾ ഇടും, അത് കാരണം പിന്നെ അതാണ് ഞാനൊന്ന് ഇത് വേണ്ടാന്നാക്കിയത്. ചെമ്മീൻ പിന്നെ വെച്ച് പരിചയമുള്ള കാരണം ചെമ്മീൻ വേവണ ഒരു ഇതറിയാം. ബാക്കിയുള്ളതൊന്നും എനിക്ക് അത്ര വലിയ ധാരണയില്ല. നമുക്ക് നമ്മുടെ ആദ്യമായിട്ടാ ഒരു കിച്ചണില് 4 സ്റ്റവ് ഒരുമിച്ച് യൂസ് ചെയ്യണം കേട്ടോ. എനിക്ക് ഉപ്പും മുളകൊന്നും ഇല്ലാണ്ട് കാണാനൊരു സുഖമില്ല. ഇപ്പൊ വെന്തൊക്കെ അത് ഓൾമോസ്റ്റ് വെന്തിട്ട് പെട്ടെന്ന് വേവും, കാരണം സീ ഫുഡ് പെട്ടെന്നാവും. വെള്ളവും നമ്മൾ സ്റ്റോക്ക്, ഫിഷ് സ്റ്റോക്ക് അല്ലേ? സ്റ്റോക്ക് മാറ്റി വെച്ച് ഇതൊക്കെ ആഡ് പണുന്നു. എന്താ ഇവിടെ നടന്നുകൊണ്ടിരിക്കണേ? ഇവിടെ എന്നാ നടക്കണേ? എനിക്ക് വിശക്കുന്നുണ്ടോ? സീ ഫുഡ് പ്ലാറ്റിൽ ഇടാൻ വെച്ചുന്ന കോൺ അടിച്ചു മാറ്റി തിന്നുന്ന ജാനി. കോൺ ഇഷ്ടം പോലെ ഉണ്ടോ? സോ നമ്മുടെ ഞണ്ട് വന്ന് കുക്കായിരിക്ക. അപ്പോ ഞണ്ട് വന്നിട്ടുണ്ടല്ലേ നല്ലോണം. കണ്ടോ റെഡ് ആയത്? കണ്ടോ ബ്ലൂ മാറി റെഡ് ആയത്? ഇതാണപ്പോ നല്ല മണം വെന്ത് കഴിഞ്ഞപ്പോ. പിന്നെ ഉണ്ടല്ലോ നമ്മള് മറ്റേ ഐറ്റംസ് വേവിച്ച് കഴിഞ്ഞപ്പോഴേ അതിൽ ഉപ്പിടണം കേട്ടോ, അതെന്റെ മിസ്റ്റേക്കാണ്. സ്റ്റാർട്ട് വിത്ത് സൺഫ്ലവർ ഓയിൽ, എന്നിട്ട് ബട്ടർ നന്നായിട്ട് വേണം. ബട്ടറാണ് ഇതിന്റെ മെയിൻ. ഇനി ഗാർലിക് ഞാനൊരു 10-20 എടുത്തുണ്ടാവും. ഇത് തിളഞ്ഞോട്ടെ. കുറച്ചും കൂടി നേരം നമ്മൾ റെസ്റ്റ് എടുത്തിരുന്നുണ്ടെങ്കിൽ കരിഞ്ഞു പോയേനെ. ഞങ്ങൾ നല്ല ക്ഷീണോട് കുറച്ചേരം ഇവിടെ വെച്ചിട്ട് റെസ്റ്റ് എടുക്കാൻ പോയതാ. കാശ്മീരി ചില്ലി,
പിന്നെ കുരുമുളക്, then നമ്മുടെ കാജുൻ സീസണിങ് പൗഡർ. ഇത് അത്യാവശ്യം നന്നായി ഇടണം കേട്ടോ. ഇതാണ് അതിൽ ആ പെണ്ണ് നന്നായിട്ട് ഇട്ടിട്ടുണ്ടായിരുന്നത്. സോയ അതിടാം. പിന്നെ നമ്മുടെ ഒയിസ്റ്റർ സോസ് ഞാനൊരു ഇത്രയും ഒഴിക്കാമെന്ന് വിചാരിക്കാം. പേടിക്കേണ്ട, സ്റ്റവിൻ്റെ അടിയിലല്ല. കുറച്ച് സോൾട്ട്. ഇനി നമ്മുടെ സ്റ്റോക്ക് നമ്മളെല്ലാം വേവിച്ച് വെച്ചേക്കണ വാട്ടർ സ്റ്റോക്ക് അല്ലേ? സ്റ്റോക്ക് ഒഴിക്കാം. നമുക്ക് വെള്ളം നന്നായിട്ട് വറ്റിച്ചെടുക്കാം. സോ ഫൈനലി നമ്മുടെ ഐറ്റംസ് എല്ലാം കുക്ക് ആയിട്ടുണ്ട്. പിന്നെ നമ്മുടെ ഗ്രേവിയും റെഡി ആയിട്ടുണ്ട്. നല്ല തളയൊക്കെ വരുന്നുണ്ട്, നല്ല അടിപൊളി സ്മെല്ലും വരുന്നുണ്ട്. സോ നമുക്കിനി ഇത് എല്ലാം അതിലേക്ക് ഇട്ട് കൊടുക്കാം. നമുക്ക് മിക്സ് ചെയ്യാം. മണം കേട്ടോ, നല്ല അടിപൊളി മണം. നല്ല വിശപ്പുള്ള കാരണം അടിപൊളി മണം. അതെ, ഓക്കേ. ഇവിടെ ഒരാള് ഗ്രേവി ക്യാമറ പിടിക്കണ കാരണം ഇപ്പൊ നല്ല കുട്ടിയായിട്ട് നിൽക്കണു. അതിൽ നിന്ന് സ്പൂൺ എടുക്കുന്നു, ഗ്രേവി കഴിക്കുന്നു, ഗ്രേവി കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിന്റെ ഗ്രേവിയാ, നല്ല ടേസ്റ്റ് ഉണ്ട് സംഭവം. അത് കാണാൻ ഭയങ്കര വലിയ ലുക്കൊന്നുമില്ല, കാരണം നിറച്ചും വെള്ളത്തില് കുറെ കഷ്ണങ്ങൾ ഇങ്ങനെ ഇട്ട പോലെ തോന്നാം. പക്ഷെ സൂപ്പർ സംഭവം. ഞങ്ങൾ ഗ്രേവി ടേസ്റ്റ് ചെയ്ത് നോക്കിയപ്പോൾ പീസസ് ടേസ്റ്റ് ചെയ്തിട്ടില്ല. അപ്പോൾ നമ്മൾ പീസസ് ടേസ്റ്റ് ചെയ്യണത് നമ്മുടെ ടോട്ടൽ റാപ്പ് കാണിച്ചിട്ടുണ്ട്. അപ്പോൾ അത് വെച്ചിട്ടാണ്. ഭയങ്കര ടയേർഡായിരുന്നു. ഫുൾ ഡേ എന്താ പറയുക, ഫുൾ ബിസി ആയ കാരണം ഒരു പരിവായിട്ടുണ്ട്. ഫൈനലി എടുക്കുകയാണ്. കാണിച്ചു തരാം, ഒന്ന് സാധനം കാണിച്ചു തരാം. സ്മെല്ലാണ് സൂപ്പർ. സീഫുഡ് പ്ലാറ്റർ വിത്ത് റാപ്പ്. ഇത് ഉറപ്പായിട്ടും എല്ലാവരും ഉണ്ടാക്കണം, കാരണം ഭയങ്കര ബുദ്ധിമുട്ടൊന്നുമില്ല. ട്രൈ ചെയ്യണം. അതെ, ഭയങ്കര ബുദ്ധിമുട്ടൊന്നുമില്ല എന്തായാലും ഉണ്ടാക്കാൻ. സാധനങ്ങളൊക്കെ നിങ്ങൾ മുന്നേ കൂട്ടി വാങ്ങിച്ചു വെക്കുകയാണെങ്കിൽ. നീ സ്റ്റാർട്ട് ചെയ്തോളൂ. ആണോ ഫസ്റ്റ്? വെയിറ്റ്, അതിന് വരെയുള്ള ക്ഷമയുണ്ട്. അതെനിക്ക് നല്ല ക്ഷമയുണ്ട്. കഷ്ടപ്പെട്ടാണ് പറയണ. ചൂടാണോ? എന്നാ അവസ്ഥ? ഞാൻ ട്രൈ ചെയ്യാണ്. ജാനിന്റെ വക സീഫുഡ് പ്ലാറ്റർ ഫസ്റ്റ് ടൈം. നല്ല ചൂടാണല്ലോ. നല്ല ചൂടുണ്ട്. അടിപൊളി, ഒന്നും പറയണ്ട, സൂപ്പറാണ്. എന്തായാലും ജ്യൂസിയാണ്. ആ ഒരു ഗ്രേവി ഭയങ്കര ടേസ്റ്റാണ്. എനിക്ക് ഓയിസ്റ്റർ സോസും ആ സീസണിങ്ങിന്റെ ആണ്. അത് മസ്റ്റായിട്ട് വേണം തോന്നുന്നു. ഒരു രക്ഷയില്ല കേട്ടോ, അടിപൊളി സാധനം. ഭയങ്കര സൂപ്പർ സാധനമാണ്. 9.5 ഔട്ട് ഓഫ് 10. അത്ര അടിപൊളി സാധനം. കാണാൻ പറ്റുന്നുണ്ടോ ഗൈസ്? അടിപൊളി. എന്നെ അധികം വീഡിയോ നീട്ടിക്കൊണ്ട് പോകാൻ പറ്റില്ല. അതെ. അപ്പോൾ see you on next Sunday. Thanks for watching. Bye.